വനയാത്ര ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. കാട്ടിനകത്തേക്ക് പോകാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഈ കാട്ടിനകത്ത് കയറിയാലുള്ള അപകടങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ല, ബോധവാന്മാരല്ല. ഈ അടുത്ത് നമ്മുടെ കുറേ കുട്ടികളും അധ്യാപകരും ഒക്കെ കാട്ടിലകപ്പെട്ടു. 18 മണിക്കൂറോ മറ്റോ, പിന്നെ അവരെ രക്ഷിച്ചെടുക്കുമായിരുന്നു. അതുപോലെ ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് യാത്രയിൽ 3 പേർ മരിച്ചു. ഇങ്ങനെ അപകടങ്ങൾ നിരന്തരം സംഭവിക്കുകയും വഴിതെറ്റിപ്പോവുകയും കാട്ടിനകത്ത് വിട്ടുപോയപ്പോൾ രക്ഷയില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വനയാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും അത് ഒരു എന്താണ്, മിക്കവാറും നമ്മളുടെ എല്ലാ വന്യജീവി സങ്കേതത്തിലും ഇക്കോ ടൂറിസം സെൻറ്റേഴ്സിലും ആ ബോർഡ്സ്, ഈ ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എന്താണ് പ്രൈമറി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഗസ്ത്യാർകൂടം കണക്കുള്ള കയറാൻ നമുക്ക് ആരോഗ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? കാരണം പലപ്പോഴും ചെറിയ ഹാർട്ട് കംപ്ലൈൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അങ്ങനെ സ്ട്രെനുവസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഗസ്ത്യാർകൂടം അത്രയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ശരിക്കും ആനമുടി അഗസ്ത്യാർകൂടത്തിനേക്കാൾ ഉയരമുള്ളതാണെങ്കിൽ പോലും അഗസ്ത്യാർകൂടത്തിന്റെ പകുതി പോലും അഗസ്ത്യാർകൂടമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് തന്നെയാണ് ആദ്യം നമ്മൾ വനയാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ആൾക്കാർ പോകുമ്പോൾ ഞാനിപ്പോൾ ചന്ദ്രുടിയിലാണെങ്കിലും പലരും വന്നിട്ട് ചിലപ്പോൾ ത്രൂ ഫോൺ അവർ എൻക്വയറി ചെയ്യും. സാർ അവിടെ ഇത് ഓക്കെ, ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും, ഇതായിരിക്കും ചോദ്യം. അപ്പം ഞാൻ പറയുമ്പോൾ മൃഗങ്ങളെ കാണുക, അപ്പം നോർമലി നമ്മളുടെ പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വിളിച്ചിട്ടും ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് ആനിമൽ സൈറ്റിങ്സ്, ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും. ശരിക്കും മൃഗങ്ങളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ചാൻസ് സൈറ്റിംഗ് ആണ്, ഭാഗ്യം മാത്രമാണ്. പ്രത്യേകിച്ച് പല മൃഗങ്ങളും എലൂസീവാണ്, അത് ഷൈ ആയിട്ട് ഒളിച്ചു നിൽക്കുകയുള്ളൂ. അപ്പോൾ വനയാത്രയിൽ മൃഗങ്ങളെ കാണുന്നത് മഹാഭാഗ്യമാണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അത് നമ്മളുടെ അല്ലെങ്കിൽ ടൂറിസ്റ്റിന്റെ അവകാശമല്ല, മൃഗങ്ങളെ കണ്ടേ ഞാൻ അടങ്ങൂ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ പറയും, കാട്ടിനകത്ത് പോകുമ്പോൾ കഴിവതും ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യും. അത് ശരിക്കും അവരുടെ സുരക്ഷയ്ക്ക് തന്നെ, സുരക്ഷയുടെ കടക്കിൽ തന്നെയാണ് അത് കത്തിവെക്കുന്നത്. കാരണം 2 രീതിയിലുണ്ട്. ഒന്ന്, ഈ ഇപ്പം ആന കണക്കുള്ള വലിയ ആനയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ കാടിൽ ഭയക്കേണ്ട ഒരു ജീവി ആനയാണ്. അപ്പം ആന എവിടെയെങ്കിലും നോർമലി നിന്ന് കഴിഞ്ഞാൽ ആനയുടെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ആനയുടെ ചൂരടിക്കണമെന്നില്ല, അല്ലെങ്കിൽ പോലും ആന എന്തെങ്കിലും വലിച്ചോടിച്ചോ അങ്ങനെ എന്തെങ്കിലും, മിക്കവാറും അങ്ങനെയുള്ള സൗണ്ട് ആന വെറുതെ നിൽക്കത്തില്ല. അല്ലെങ്കിൽ ആന പോയ വഴി കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഈ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന മിണ്ടാതെ കളയും. അപ്പൊ നമ്മൾ ആവേശത്തിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ആന സൈഡിൽ അപകടം നിൽക്കുന്നത് നമ്മൾ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഞാൻ സുരക്ഷയുടെ കാര്യം പറഞ്ഞത്. രണ്ടാമത്, ഈ ഇപ്പൊ കടുവ അല്ലെങ്കിൽ പുലി ഇങ്ങനെയുള്ള സാധനങ്ങളെ നമുക്ക്, കരടിയാണെങ്കിലും ഒക്കെ കാട്ടില് മാനൊക്കെ കോമൺ ആയിട്ട് കാണും. പക്ഷെ ഇങ്ങനെയുള്ള ജീവികളെ കണ്ടുകിട്ടുക തുലോം വിഷമമാണ്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ആനിമൽസിന്റെ സൈറ്റിങ്ങിനുള്ള സാധ്യതയും കൂടെ അത് ഇല്ലാതാക്കും ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ കാടിനകത്ത് പോകുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത്. പിന്നെ കടുത്ത കളറിലുള്ള ഡ്രസ്സ് ഇടരുതെന്ന് പറയും. കാരണം പെട്ടെന്ന് ഒരു സ്ഥലത്ത് നോട്ടീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പ്രേയോ അല്ലെങ്കിൽ പെർഫ്യൂംസോ സുഗന്ധദ്രവ്യങ്ങളോ രൂക്ഷഗന്ധമുള്ള സാധനങ്ങള് അടിച്ചിട്ട് അല്ലെങ്കിൽ ദേഹത്ത് തേച്ചിട്ട് പോകരുതെന്ന് പറയും. പിന്നെ കഴിവതും പിന്നെ നമ്മളുടെ ജനറലി പറയുകയാണെങ്കിൽ ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് നടക്കാൻ പറ്റും. പിന്നെ മഴക്കാലമാണ് ഇനിയിപ്പോൾ വരുന്നത്. മഴക്കാലത്ത് മിക്കവാറും കാടുകളിൽ സ്ഥിരമായിട്ടുള്ള പ്രസൻസ് ആണ് ഈ സെമി എവർഗ്രീനോ വെറ്റ് എവർഗ്രീനിലോ ഉള്ള അട്ടകൾ കാണും, ലീച്ചസ് കാണും. അപ്പൊ ഈ ലീച്ചസ് എന്ന് വെച്ചാൽ ഈ അട്ടകൾ കടിക്കുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. അട്ട കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എന്താണ്, നമുക്കറിയാം, ഈ ആന്റി കൊയാഗുലന്റ്, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഹെറിഡിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മളുടെ ശരീരത്തിലോട്ട് അത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടിയേറ്റ സ്ഥലത്ത് നിന്നും പ്രൊഫ്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്യും, അത് നമ്മൾ അറിയത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള അത് ഒഴിവാക്കാനായിട്ട് ലീച്ച് സോക്സ് വേണമെങ്കിൽ ധരിക്കാം. സാധാരണ ഈവൻ നമ്മൾ അതില്ലെങ്കിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വേപ്പെണ്ണ പുരട്ടിയിട്ട് പോകാറുണ്ട്. ഈവൻ ഡെറ്റോള് സ്പ്രേ ചെയ്യാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ. തീപ്പെട്ടി നമ്മൾ തീപ്പെട്ടി മഴക്കാലം നമ്മൾ അതാണ് അത് പെർമിറ്റ്. അതിൽ വേറെ കാര്യമുണ്ട്. ഇപ്പൊ പലരും ഈ സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകും. പിന്നെ മദ്യപിച്ചിട്ട് കുപ്പി വലിച്ചെറിയും. അപ്പം അത്
പലതിലും ഈവൻ നമ്മുടെ ഈ ഇതിൽ എന്താണ് വാട്ടുലിസേ ഈ ആഹാര സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകും. എന്നിട്ട് തിന്നിട്ട് ഈ ആഹാര സാധനങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈവൻ ഫുഡ് വേസ്റ്റ് കളയാറുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ട ചില പ്രവണതകളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി സിഗരറ്റ് വലിച്ചിട്ട് പോവുക, മദ്യപാനം, സിഗരറ്റ് വലിച്ചിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ആഹാരം പാചകം ചെയ്യാനായിട്ട് അടുപ്പ് കൂട്ടുന്നു. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീപ്പൊരി പലപ്പോഴും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് വലിയ കാട്ട് തീക്ക്, അതായത് നൂറ്റാണ്ടുകളായിട്ട് പ്രകൃതി സ്വരുക്കൂട്ടി വെച്ചേക്കുന്ന വനസമ്പത്തെല്ലാം ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ട് കത്തിപ്പോകും. നമുക്ക് യെസ്, കാട്ടുതീയുടെ അത് ശരിക്കും വേറൊരു ചാപ്റ്ററാണിത്. കാട്ടുതീ എന്ന് പറയുന്നത് ഒരു 99.9% മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ ഈ അടുത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ കാട്ടുതീയിലെ ഇപ്പൊ ഇത്രയും കേസ് 300 ഇത്രയും കേസ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് മനുഷ്യർക്കെതിരെ, അല്ല മീൻസ് ഓരോ ഒഫൻഡേഴ്സിനെതിരെ. അപ്പം ഈ ശരിക്കും പറഞ്ഞ കാട്ടുതീ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പറയും എങ്ങനെയാണ് സൂര്യപ്രകാശമോ മഞ്ഞിൻ കണത്തിലൂടെ, അതൊക്കെ തിയറിയാണ്. അതിലൂടെ റേസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തീ ഉണ്ടാകാം, മുള തമ്മിൽ ഉരഞ്ഞിട്ട് തീ ഉണ്ടാകാം. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റിൽ അത് അങ്ങനെ നടക്കാറേ ഇല്ല. എല്ലാം കാട്ട് തീ തന്നെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ സിഗരറ്റ് വലിച്ചെറിയുന്നത് ആ ഒരു ഇത് മതി. അപ്പൊ തന്നെ പ്രത്യേകിച്ച് ഈ മുള പൂക്കുന്നത് ഒരു വലിയ വിഷയമാണ്. കാരണം ഈ മുള കാടടച്ചു പൂക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതായത് ഒരു ചിലപ്പോ അതിന് നമ്മൾ പറഞ്ഞ ഗ്രിഗേറിയസ് ഫ്ലവറിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു കംപ്ലീറ്റ് മുളക്കൂട്ടം ഒന്ന് പൂക്കും. അങ്ങനെ പൂത്തു കഴിഞ്ഞാൽ നോർമലി നെക്സ്റ്റ് ഇയറിൽ മുള ഉണങ്ങും. അത് മുളയുടെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മുള ഏറ്റവും വലിയ ഒരു ഫയർ ത്രെട്ടാണ്. അതിൽ അങ്ങനെ ഉണങ്ങിയ മുളക്കൂട്ടത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. ആ ഒരു ഇതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടി. നമ്മുടെ ഈ ഇപ്പോൾ വാട്സപ്പിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കാട്ടിലെ പോകുന്ന യാത്രയുടെ വീഡിയോസ്, ഫോട്ടോസൊക്കെ വലിയ ട്രെൻഡിങ്ങാണ്, വൈറലാണ്, ആര് കൊണ്ടിട്ടാലും. അപ്പോൾ നമ്മൾ പൊതുവേ കാണാറുള്ളത് ഈ യഥാർത്ഥത്തിൽ ഈ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള ജീവിയെ പോലെ അല്ല കാട്ടിലെ ജീവികൾ എന്നുള്ളത് ഒരു അടിസ്ഥാന പാഠമാണ്. അത് മനസ്സിലാക്കാതെ ആനയുമായി സെൽഫി എടുക്കുക, അതുപോലെ വരയാടുമായി സെൽഫി എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടി. അതുപോലെ ആനയ്ക്കൊപ്പം പിന്നെ പോവുക, കാറിൽ പോവുക. അപ്പം നമ്മുടെ ഇവിടെ തന്നെ വയനാട്ടിൽ അങ്ങനെ സംഭവിച്ചല്ലോ, ആന തിരിഞ്ഞുകൂടി വരികയും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒക്കെ ആളുകൾ ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിന് നടപടി എടുക്കാനോ ഒക്കെ ഉള്ള ഒരു അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ അത് ആനയെ അല്ലെങ്കിൽ ഒരു കുരങ്ങിനെ കല്ലെടുത്തെറിയുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ മൃഗത്തിനെ കല്ലെടുത്തെറിയുന്നത് ഹണ്ടിങ്ങിന് ഇക്വലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് തുല്യമാണ്, വേട്ടയാടുന്നതിന് തുല്യമാണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷനിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ ഒരു കാരണവശാലും അത് ഒരു സൈഡ് നമ്മളിപ്പം പീനൽ സൈഡിലോട്ട് നമ്മൾ പറയണ്ട. നമുക്കിപ്പോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണം വെച്ചാൽ ഈ മൃഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പറാമെന്റലാണ്. ഏത് നിമിഷമാണോ അതിന്റെ സ്വഭാവം മാറും. അപ്പോൾ ശാന്തമായിട്ട് മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ കൂക്കി വിളിക്കുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും മൃഗത്തിന് മുമ്പേ പോകുന്ന ആൾക്കാർ കണ്ടാൽ തന്നെ കഴിവതും ഈ നമ്മളെ ആംഗ്യത്തിലൂടെയോ മറ്റോ ബാക്കിലോട്ട് ആ സന്ദേശം കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഉച്ചത്തിൽ വിളിച്ച് പോകുന്നതിന്. പിന്നെ പ്രത്യേകിച്ച് ഒരു ഏതൊരു മൃഗത്തിനും ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസിന്റെ അപ്പുറം അതിനോട്ട് അടുത്ത് കഴിഞ്ഞാൽ നോർമലി അത് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അത് ഏത് രീതിയിൽ വരണം എന്ന് അറിയാൻ പറ്റൂല. ഇപ്പൊ നമ്മള് ഈ താങ്കൾ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്, ഈ ആഹാരം കൊടുക്കുക. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും ഈ കുരങ്ങിന്റെ കൂട്ടം, നമുക്കറിയാം ഈ ബോണറ്റ് മക്കാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കാട്ടിനകത്ത് വളരെ കുറവാണ്, കംപ്ലീറ്റ് നാട്ടും പുറത്ത് ആൾക്കാരുടെ ഇടയിലാണ്. ഇപ്പൊ ടൂറിസ്റ്റുകൾ ഇത് അവർക്ക് കൗതുകമാണ്. ഞാനിപ്പോ ചെന്തുള്ളി പോകുമ്പോ കുളത്തൂപ്പുഴയ്ക്ക് തെന്മലയ്ക്ക് ഇടയ്ക്കുള്ള റോഡിൽ മുഴുവൻ കുരങ്ങൾ റോഡിലാണ്. അപ്പൊ ഈ ആൾക്കാർ നിർത്തിയിട്ട് പലപ്പോഴും ഈ വെജിറ്റബിൾസ് ഇല്ലേ, അവരെ കടക്കാർ വരുമ്പോൾ അതുകൊണ്ട് തട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർ എന്തെങ്കിലും ഫുഡ് കൊടുക്കും. ആ പിള്ളേർ കാണാനായിട്ടുള്ള കൗതുകമാണ്. പക്ഷേ അത് കാരണം എന്താ, അതൊരു മിനൈസ് ആയിട്ട് അതൊരു ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഫീഡിങ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതേപോലെ മൃഗങ്ങളുടെ ടീസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കൂക്കി വിളിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള അതിൽ ബേസിക്കലി ഒരു കാര്യമേ ഉള്ളൂ, മൃഗങ്ങളുടെ തട്ടകമാണ് കാട്. നമ്മൾ അവിടെ കടന്നുകയറ്റക്കാരാണ്. മൃഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ കടന്നുകയറ്റക്കാരാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെന്ന് കയറുമ്പോ അവൻ നമ്മളെ ഓടിക്കാനാണ്. അതെ, അവന്റെ സാമ്രാജ്യത്തിലോട്ടാണ് നമ്മൾ കടന്നു കയറുന്നത്. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കാഴ്ച വസ്തു അല്ല. അതെ, നമ്മുടെ മനുഷ്യരുടെ ഒരു വിചാരം നമ്മുടെ എന്തോ കാഴ്ച വസ്തുവാണ്,
അപ്പൊ അതിന് മൃഗശാലയിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യം, കാടിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് സ്ട്രീംസ്, അരുവികള്, വെള്ളക്കെട്ടുകളൊക്കെ കാണാം ഇല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും നമുക്ക് അപരിചിതമായ അല്ലെങ്കിൽ പരിചയമില്ലാത്ത വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറയും. അത് പുഴയിലാണെങ്കിൽ, നമ്മളെ നാട്ടുപുറത്തുള്ള പുഴയിലാണെങ്കിൽ അത് സത്യമാണ്. നമുക്കറിയാൻ പറ്റില്ല അതിൽ ചുഴിയുണ്ടോ മലേറിയ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാടിനകത്ത് കാണുന്ന ഈ വെള്ളക്കെട്ടുകളിലും പുഴകളിലും ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങരുത്. പിന്നെ ബോട്ടിന്റെ, നമ്മുടെ അവിടെ ഇപ്പൊ ശെന്തുണ്ണിയിലാണെങ്കിൽ കുറെ ബോട്ട് യാത്രയുണ്ട്. ബോട്ട് യാത്രയിൽ നമ്മൾ പറയും പലപ്പോഴും ഈ ബോട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലും സൈഡിലായിരിക്കും ആനിമൽസിനെ കാണുക. അപ്പൊ കാണുമ്പോൾ ചെറിയ ബോട്ടാണ്, നമ്മുടേത് 10 സീറ്റാണ്, അല്ലെങ്കിൽ കുറച്ച് വലുതായിക്കോട്ടെ, അതിൽ അത്രയും ആൾക്കാരും കാണുമല്ലോ. അപ്പൊ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബോട്ടിന്റെ ബാലൻസ് ചെയ്യുന്ന തെറ്റിപ്പോകും. അങ്ങനെ ഒരു മൃഗത്തിനെ കണ്ട ഉടനെ എല്ലാവരും കൂടെ ഒരു സൈഡിലോട്ട് എടുത്ത് ചാടരുത്. പലപ്പോഴും ഇരുന്നുകൊണ്ട് പലരും എന്ത്, ഈ ചെറിയ ബോട്ടാണെങ്കിലും പ്രത്യേകിച്ച് ഇരുന്നുകൊണ്ട് എത്തി കൈയിട്ട് വെള്ളത്തിൽ തൊടും. അതുമൊക്കെ അതിന്റെ ബാലൻസിന് അങ്ങനെയുള്ള അപകടങ്ങൾ. കാട്ടിനകത്ത് നമ്മൾ അകപ്പെട്ടു പോയി നിൽക്കുക, കാട്ടിലേക്ക് കയറി കാട്ടിൽ അകപ്പെട്ടു, എങ്ങോട്ട് പോകണമെന്നറിയില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാർ? അല്ല, നമ്മൾ ഒരു കാര്യമുണ്ട്, ഈ നമ്മളുടെ നമ്മുടെ വനം വകുപ്പ് നടത്തുന്നത് ഗൈഡഡ് ടൂറിസമാണ്. അല്ലാതെ ചുമ്മാ ഇപ്പൊ താങ്കൾ വന്ന ആ കാട്ടിനകത്ത് പൊയ്ക്കോന്ന് പറഞ്ഞ് വിടാറില്ല. ഇപ്പൊ പറ്റുന്നത് എന്താണ്, പലപ്പോഴും ഇവർ ഗൈഡുകളോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ പറയുന്ന ശ്രദ്ധിക്കുന്നില്ല. അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പാലക്കാടോ മറ്റോ ഏതോ പാറയിൽ അപ്പൊ അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നാൽ പിറ്റേന്ന് അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കുകയാണ്. എനിക്ക് ആളിനെ അറിയത്തില്ല, പേരും അറിയത്തില്ല, ഞാൻ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുചാട്ടം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, കൂടെ വരുന്ന ഗൈഡ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കാരണം അവർക്ക് നിങ്ങളെക്കാളും കാടിനെ അറിയാവുന്നവരാണ്, മൃഗങ്ങളുടെ പ്രകൃതം അറിയാവുന്നവരാണ്. അതുകൊണ്ട് അക്ഷരം പറയുക, അവർ പറയുന്ന അനുസരിക്കുന്നത് തന്നെയായിരിക്കും സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എപ്പോഴും അവരുടെ കൂടെയാണ് യാത്ര എന്ന് നമ്മൾ പറഞ്ഞു. അതുമാതിരി തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, കാടിനകത്ത് പലതും കിടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ മാനിന്റെ കൊമ്പ് കിടക്കുന്നുണ്ടാകാം, മറ്റേ ആനക്കൊമ്പ് വരെയും കിടക്കാം. അതോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാടിൽ നിന്ന് കളക്ട് ചെയ്യരുത്. പലപ്പോഴും മരങ്ങൾ കാടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസൈക്കിൾ, അത് അവിടെ വീണിട്ട് അത് അടുത്ത ജനറേഷൻ വളമായി മാറുകയാണ്. അത് അവിടെ തന്നെ വിടുക, കാടിൽ നിന്ന് ഒന്നും കളക്ട് ചെയ്ത്. നമ്മൾ പറയും നിങ്ങളുടെ കാൽപ്പാടുകളല്ലാതെ കാടിലൊന്നും ശേഷിപ്പിക്കാനും പാടില്ല എന്ന് പറയും. പിന്നെ നമുക്ക് കാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട നമ്മുടെ ഓർമ്മകൾ മാത്രമായിരിക്കണം. നല്ല ഓർമ്മകളുമായി നല്ല ഓർമ്മകളുമായിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എങ്ങോട്ട് യാത്ര പോയാലും പ്രത്യേകിച്ച് കാട്ടിനകത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ യാത്ര ചെയ്യാനായിട്ട്. കാട്ടിനകത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.